Unit 2 Teamwork. Do you like to work and play with others? നിങ്ങൾക്ക് മറ്റുള്ളവരോട് ജോലി ചെയ്യുന്നതിനും മറ്റുള്ളവരോട് കളിക്കുന്നതിനുമൊക്കെ ഇഷ്ടമാണോ? Teamwork. Together we can make our dream work. Then we will share the joy of what we have done. Teamwork, everyone. It is fun to shoot the basketball through the hoop. But if nobody passes, then nobody shoots. And if the relay race just cannot go on, if anybody wants to pass the baton, we are the parts that make up the whole, and we have got our eyes on a common goal. Sometimes it can be a big plus when you or me becomes an us. It is written by Jan Negro. നമുക്കതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാമല്ലേ? ലെറ്റ് us sing and dance. നമുക്ക് പാടാം, നൃത്തം ചെയ്യാം. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ആൾക്കാർ ഒന്നിച്ച് ചെയ്യുന്ന ജോലിയാണ്. വർക്കിംഗ് ടുഗെദർ, അതാണ് ടീം വർക്ക്. ടുഗെദർ വി ക്യാൻ മേക്ക് അവർ ഡ്രീം വർക്ക്. നമുക്ക് ഒന്നിച്ച് ചേർന്നിട്ട് നമ്മുടെ സ്വപ്നം ആയിരിക്കും നമ്മുടെ ജോലി ചെയ്ത് തീർക്കാം. ടുഗെദർ വി ക്യാൻ മേക്ക് അവർ ഡ്രീം വർക്ക്. നമ്മുടെ ഈ സ്വപ്ന ജോലി നമുക്ക് ചെയ്ത് തീർക്കാം. ദെൻ വി വിൽ ഷെയർ ദ ജോയ് ഓഫ് വാട്ട് വി ഹാവ് ഡൺ. എന്നിട്ട് നമുക്ക് നമ്മൾ ചെയ്ത ജോലിയുടെ സന്തോഷം പങ്കുവയ്ക്കാം. വി വിൽ ഷെയർ ദി ജോയ് ഓഫ് വാട്ട് വി ഹാവ് ഡൺ. നമ്മൾ ചെയ്ത ജോലിയുടെ സന്തോഷം നമുക്ക് ഷെയർ ചെയ്യാം, പങ്കുവയ്ക്കാം. ടീം വർക്ക് എവരിവൺ. എല്ലാവരോടെ ചെയ്ത ആ ടീം വർക്കിൻ്റെ കാര്യത്തിൽ. ഇറ്റ് ഈസ് ഫൺ ടു ഷൂട്ട് ദ ബാസ്കറ്റ്ബോളിലേക്ക് പന്ത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫൺ ടു ഷൂട്ട് ദ ബാസ്കറ്റ്ബോൾ ത്രൂ ദ ഹൂപ്പ്. ആ സർക്കുലർ റിങ്ങിലൂടെ, ആ കൊട്ട പോലെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നതിലൂടെ പന്ത് അതിലേക്ക് ഷൂട്ട് ചെയ്ത് പന്ത് താഴേക്ക് വരുന്നതൊരു ഇറ്റ് ഈസ് ഫൺ. അതൊരു തമാശയാണ്. കണ്ടില്ലേ, കുട്ടികൾ പന്ത് ബാസ്കറ്റ്ബോൾ കളിക്കുകയാണ്, ഹൂപ്പിൻ്റെ അകത്തൂടെ പന്ത് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഫൺ ടു ഷൂട്ട് ദ ബാസ്കറ്റ്ബോൾ ത്രൂ ദ ഹൂപ്പ് മീൻസ് സർക്കുലർ റിങ്ങാണ്, വട്ടത്തിലുള്ള റിങ് ഉണ്ടാവത്തെ വലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ബട്ട് ഇഫ് നോബഡി പാസസ് ദെൻ നോബഡി ഷൂട്ട്സ്. ആരെങ്കിലുമൊക്കെ പന്തിങ്ങനെ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ആ കളിക്ക് രസമുണ്ടോ? ഇല്ല. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ കളിയിൽ രസമാവുകയുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ കൊണ്ടുപോയി പന്ത് ആ ഹൂപ്പിലേക്ക് ഇട്ടാൽ അതൊരു കളിയല്ല, ഇല്ലേ? എല്ലാവരും കൂടെ ചേർന്ന് കളിച്ചാലേ ബാസ്കറ്റ്ബോൾ കളി ആവുകയുള്ളൂ. ആൻഡ് ഇഫ് ദ റിലേ റേസ് ജസ്റ്റ് ക്യാൻറ്റ് ഗോ ഓൺ. റിലേ റേസ് നേരെ ചൊവ്വേ പോവുകയല്ല. എപ്പോഴാ? ഇഫ് നോബഡി വോണ്ട്സ് ടു പാസ് ദ ബെയ്റ്റൺ. ആ ബെയ്റ്റൺ ഒന്ന് കൈമാറിയില്ലെങ്കിൽ റിലേ റേസ് എന്ന് പറയാൻ തന്നെ പറ്റുമോ? ഓരോരുത്തരും ആ ബെയ്റ്റൺ അങ്ങോട്ടും ഇങ്ങനെ കൈമാറി ഓടിയാലേ അതൊരു റിലേ റേസ് ആകുകയുള്ളൂ. ഇവിടെ കണ്ടില്ലേ, 2, 3 നമ്പറിട്ട കുട്ടികൾ ഓടുന്ന കണ്ടോ? അവർ ആ ബെയ്റ്റൺ ഒന്ന് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്താൽ മാത്രമേ അതിൽ കളിയാവുള്ളൂ, റിലേ റേസ് ആകുകയുള്ളൂ. വി ആർ ദ പാർട്സ് ദാറ്റ് മേക്ക് അപ്പ് ദ ഹോൾ. നമ്മൾ ഈ മൊത്തത്തിലുള്ള എല്ലാ കാര്യത്തിൻ്റെ അതിൻ്റെ പാർട്സാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്സാണ് അവർ ഓരോരുത്തരും. ആൻഡ് വി ഹാവ് ഗോട്ട് അവർ ഐസ് ഓൺ എ കോമൺ ഗോൾ. നമ്മുടെ എല്ലാം കണ്ണുകളൊരു അന്തിമ ലക്ഷ്യത്തിലേക്കാണ്, പൊതുവായ ലക്ഷ്യത്തിലേക്കാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ ബിഗ് പ്ലസ്. ചിലപ്പോൾ അതൊരു വലിയ പോസിറ്റീവായിരിക്കും, വലിയ പ്ലസ് ആയിരിക്കും, വലിയ നന്മയിലേക്കായിരിക്കും ചിലപ്പോൾ നയിക്കുന്നത്. ആൻഡ് വെൻ എ യു ഓർ മീ ബിക്കംസ് അസ്. നമ്മളെ യു എന്നോ മീ എന്നോ വ്യത്യാസമില്ലാതെ നമ്മളെന്ന രീതിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു നേട്ടത്തിൽ ചെന്ന് കലാശിക്കും കേട്ടോ. അങ്ങനെയാണ്. ഒന്നിച്ച് നിന്നാൽ പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. ഒന്നിച്ച് നിന്നാൽ പല പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്ന ലോകത്തിൽ, അല്ലേ? അപ്പം അതാണ് ഈ പോയം, ടീം വർക്ക്. അപ്പോൾ നമുക്കിനി അതിൻ്റെ
ന്യൂ വേർഡ്സിലേക്ക് പോകാം. ന്യൂ വേർഡ്സ്. ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് എഫർട്ട് ഓഫ് എ ഗ്രൂപ്പ് എന്ന്. ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ പ്രവർത്തനം, അല്ലെ ആളുകളുടെ കൂട്ടായ പ്രവർത്തനം, അതിനാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഹൂപ്പ് എന്ന് പറഞ്ഞാലോ, ഹൂപ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കിയ റിങ്ങാണ് ഹൂപ്പ്. നമുക്ക് കണ്ടില്ലേ പിള്ളേർ വണ്ടിച്ചക്രം പോലെ ഉണ്ടാക്കി ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ഹൂപ്പ്. ദെൻ പാസസ്. പാസസ് എന്ന് പറഞ്ഞാൽ മൂവ് ഫോർവേഡ്, മുന്നോട്ടേക്ക് പോവുക. റിലേ റേസ് മീൻസ് എന്താണ്? ടീമുകൾ തമ്മിലുള്ള ഓട്ട മത്സരത്തിനാണ് റിലേ റേസ് എന്ന് പറയുന്നത്. ഇവിടെ ബാറ്റൺ കൈമാറിക്കൊണ്ടാണ് അവർ ഓടുന്നത്. അപ്പോൾ ബാറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ട്യൂബാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കാണ്. ക്യാരിഡ് ഇൻ റിലേ റേസ്. റിലേ റേസിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കാണ് ഈ പറയുന്ന ബാറ്റൺ. ഇതാ അതിൻ്റെ താഴെ കണ്ടോ, ലെറ്റസ് റീഡ് എന്ന് എഴുതിക്കുന്നുണ്ട്. ലെറ്റസ് റീഡ്. നമുക്കൊന്ന് വായിക്കാം. കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഈ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് അവസാനം. ഒന്നാമത്തെ നോക്കാം. ഇഫ് നോബഡി പാസസ് ദ ബോൾ ഇൻ എ ബാസ്ക്കറ്റ് ബോൾ ഗെയിം. ബാസ്ക്കറ്റ് ബോൾ ഗെയിമിൽ ആരും പന്ത് പാസ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ദെൻ യു കനോട്ട്, അവിടെ ഉത്തരം എഴുതേണ്ട ഷൂട്ടെന്നാണ്. ദെൻ യു കനോട്ട്, പിന്നെ ബ്ലാങ്ക് ഇടുക, ബ്ലാങ്ക്. അവിടെ ഉത്തരം എഴുതേണ്ട ഷൂട്ടെന്നാണ്. എന്താ? ഒന്നുകൂടെ പറയാം. ഇഫ് നോബഡി പാസസ് ദ ബോൾ ഇൻ എ ബാസ്ക്കറ്റ് ബോൾ ഗെയിം. ബാസ്ക്കറ്റ് ബോൾ ഗെയിമിൽ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ദെൻ യു കനോട്ട് ഷൂട്ട് ദ ബോൾ. അങ്ങനെയാണ് അല്ലേ? കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദെൻ യു കനോട്ട് ഷൂട്ട് എന്ന് എഴുതിയാലും മതി. ദെൻ യു കനോട്ട് ഷൂട്ട്. ഇതിനടുത്തത് ദെൻ യു കനോട്ട് ഷൂട്ട് ദ ബോൾ എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായില്ലേ? അടുത്തത് 2. ഇൻ എ റിലേ റേസ്. ഒരു റിലേ റേസിലെ ഇഫ് നോ വൺ പാസസ് ദ ബാറ്റൺ. ആരും ബാറ്റൺ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ദെൻ ദ റിലേ റേസ് കനോട്ട് ഗോ ഓൺ. അങ്ങനെ എഴുതണ്ട. ദെൻ ദ റിലേ റേസ് കനോട്ട് ഗോ ഓൺ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ എഴുതിയേ. ലെറ്റസ് റീഡിലെ 2 കാര്യങ്ങൾ. കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസിൽ ഒന്നാമത്തത് ഇഫ് നോബഡി പാസസ് ദ ബോൾ ഇൻ എ ബാസ്ക്കറ്റ് ബോൾ ഗെയിം ദെൻ യു കനോട്ട് ഷൂട്ട് ദ ബോൾ. ഷൂട്ട് ദ ബോൾ. ദെൻ നമുക്ക് അതിൻ്റെ അകത്തൂടെ ആ വളയത്തിൽ കൂടെ താട്ട് പന്തിടാൻ പറ്റുമല്ല. അതാ. രണ്ടാമത് ഇൻ എ റിലേ റേസ് ഇഫ് നോ വൺ പാസസ് ദ ബാറ്റൺ ദെൻ റിലേ റേസ് കനോട്ട് ഗോ ഓൺ. അത് റിലേ റേസ് മുന്നോട്ട് പോവുകയില്ല. കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനടുത്തത് തിങ്ക് ആൻഡ് റീച്ച്. ആലോചിച്ചിട്ട് എഴുതണം. ആലോചിച്ച് എഴുതിയില്ലല്ലോ ഒന്നും കിട്ടില്ല. നെയിം ദ ടീം മെമ്പേഴ്സ് നീഡഡ് ഫോർ ദ ഫോളോവിങ്. നെയിം ദ ടീം മെമ്പേഴ്സ് നീഡഡ് ഫോർ ദ ഫോളോവിങ്. ഇവർക്ക് എന്തൊക്കെ വേണമെന്ന് എഴുതണം. 1. ടു പ്ലേ ക്രിക്കറ്റ് വി നീഡ്. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? അവിടെ എഴുതിയിട്ടുണ്ട്. ബാറ്റ്സ്മാൻ വേണം, ബൗളേഴ്സ് വേണം, ഫീൽഡേഴ്സ് വേണം, കോച്ചസ് വേണം. അതൊക്കെയാണ് അല്ലേ? ടു പ്ലേ ക്രിക്കറ്റ് വി നീഡ് ബാറ്റ്സ്മാൻ. പന്ത് തട്ടാൻ ഒരാൾ വേണം, ബൗളർമാർ വേണം, ഫീൽഡേഴ്സ് വേണം, കോച്ചസ് വേണം. അടുത്ത 2. ടു മേക്ക് എ ഫിലിം. ഫിലിം ഉണ്ടാകണമെങ്കിൽ ആരൊക്കെ വേണം? ഫിലിം ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ വേണം? ടു മേക്ക് എ ഫിലിം വി നീഡ് ആരൊക്കെ വേണം? ടു മേക്ക് എ ഫിലിം വി നീഡ് ആക്ടേഴ്സ്. നടന്മാർ വേണ്ടേ? ഡാൻസേഴ്സ്, നൃത്തം ചെയ്യുന്നവർ വേണ്ടേ? പിന്നെ വേണം ക്യാമറാമാൻ വേണം, പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ വേണ്ടേ? അവരൊക്കെ വേണം. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഫില്ല് ചെയ്യാം. ടു മേക്ക് എ ഫിലിം വി നീഡ് ആക്ടേഴ്സ്, ACTORS ആക്ടേഴ്സ്, ഡാൻസേഴ്സ് DANCERS ഡാൻസേഴ്സ്. ദെൻ ക്യാമറാമാൻ വേണം കേട്ടോ. പിന്നെയോ പ്രൊഡ്യൂസർ വേണം, പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടറും വേണം, ആൻഡ് ഡയറക്ടർ അല്ലേ? വേറെ പല കാര്യങ്ങളും വേണം. ആ കൂട്ടത്തിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ 2. ടു റൺ എ സ്കൂൾ ഗുഡ് സ്കൂൾ വി നീഡ്. നല്ലൊരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകണം. അപ്പം നമുക്ക് ആരൊക്കെ വേണം? ആദ്യം സ്റ്റുഡൻസ് വേണം അല്ലേ? കുട്ടികൾ വേണം. കുട്ടികളെല്ലാ സ്കൂൾ പറ്റുമോ? ഇല്ല. ടു റൺ എ ഗുഡ് സ്കൂൾ വി നീഡ് സ്റ്റുഡൻസ്. അത് ആദ്യം വേണ്ടിയത് അല്ലേ? പ്രിൻസിപ്പാൾ വേണം, ടീച്ചേഴ്സ് വേണം, പിന്നെ പ്രിൻസിപ്പാൾ വേണം, പിന്നെ ആര് വേണം? ഗേറ്റ് കീപ്പർ വേണം അല്ലെ? പിള്ളേർ ചാടിപ്പോകാതിരിക്കണ്ടേ? ഗേറ്റ് കീപ്പർ വേണം, പിന്നെ അറ്റൻഡേഴ്സ് വേണം, ഓഫീസ് സ്റ്റാഫ് വേണം, അവരൊക്കെ വേണം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ
അറ്റൻഡേഴ്സ്, ഗേറ്റ് കീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ്, മറ്റ് സ്റ്റാഫുകൾ വേണം. അപ്പം നിങ്ങൾ ഒത്തിരി ഒന്നും എഴുതണ്ട, 2-3 എഴുതിയാൽ മതി. ടു റൺ എ റെസ്റ്റോറൻറ്റ് വി നീഡ്, ഒരു റെസ്റ്റോറൻറ്റ് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ആര് വേണം? നമുക്കേ കുക്ക് വേണം അല്ലേ, ഫുഡ് ഉണ്ടാക്കാൻ നല്ല കുക്ക് വേണം. പിന്നെ മാനേജർ വേണം, ഇതൊക്കെ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ മാനേജ് ചെയ്യാൻ ഒരു മാനേജർ വേണം. പിന്നെ ഫുഡൊക്കെ എടുത്തു കൊടുക്കാൻ വെയിറ്റേഴ്സ് വേണം. അപ്പോൾ ആരൊക്കെ വേണം? ടു റൺ എ റെസ്റ്റോറൻറ്റ് വി നീഡ് മാനേജർ, കുക്സ്, വെയിറ്റേഴ്സ്. ഇത്രയും പേര് അത്യാവശ്യമായിട്ട് വേണം ഇല്ലേ? അത്ര എഴുതാം. പിന്നെ നമുക്ക് നോക്കാം, ഇനി അടുത്ത പേജിൽ പോകാം, എന്നാൽ കാര്യം നടക്കുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.